തൃശൂർ എരുമപ്പെട്ടിയിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം കൊലപാതകം എന്ന നിഗമനത്തിൽ പോലീസ്. ദൃശ്യം മോഡൽ കൊലപാതകം എന്നാണ് സൂചന. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ ജീവനോടെ ഇല്ല. മരിച്ച സ്ത്രീയെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്? ശ്രീജിത്ത്. ഉന്മേഷ, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീട് വൃത്തിയാക്കുന്നതിനിടെ അവിടെ വെച്ച്, അതായത് എരുമപ്പെട്ടിയിലെ ആ വീട്ടുവളപ്പിൽ വെച്ച് ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെടുക്കുന്നത്. ഈ അസ്ഥികൂടത്തിന് മുകളിൽ ഒരു അടുപ്പ് തറയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പോലീസ് ഈ പായിൽ പൊതിഞ്ഞ അസ്ഥികൂടത്തിൽ നിന്ന് പോലീസിന് ഏലസ്, ഒരു ഖുറാൻ വചനങ്ങളൊക്കെ എഴുതിയ ഏലസ് ലഭിച്ചു. 40-നും 42 വയസ്സിനും പ്രായമുള്ള സ്ത്രീയുടേതാണ് ഈ മൃതദേഹം അല്ലെങ്കിൽ ഈ അസ്ഥികൂടം എന്നാണ് ഫോറൻസിക്കും ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഫോറൻസിക്കിന് കൃത്യമായ രീതിയിലുള്ള മറ്റൊരു സുപ്രധാനമായ വിവരം ആ പരിശോധനയിൽ ലഭിച്ചത്. അത് തലയ്ക്ക് മുകളിൽ തലയിൽ കൃത്യമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അത് പക്ഷേ മരണകാരണത്തിലേക്ക് നയിക്കുന്ന പരിക്കല്ല എന്നാണ് ഫോറൻസിക് വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. പക്ഷേ മരണം സ്വാഭാവിക മരണമല്ല എന്നും അവർ ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ കഴുത്തു ഞെരിച്ചോ മറ്റോ കൊലപ്പെടുത്തിയതാകാമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, പ്രതിയെന്ന് സംശയിക്കുന്ന കുറച്ച് അധികം ആളുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിരുന്നു. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകളുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിരുന്നത്. അതിലാണ് നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നത്. മരംവെട്ടുകാരനായ ഒരാൾ ആണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അയാൾക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. പോലീസ് ഈ 3 ഭാര്യമാരെയും തേടിപ്പോയി. ഇനി ഇവരിൽ ആരെങ്കിലും ആണോ കൊല്ലപ്പെട്ടതെന്ന് അന്വേഷിക്കാനായിരുന്നു അങ്ങനെ ഒരു പരിശോധന നടത്തിയത്. പക്ഷേ ഈ 3 ഭാര്യമാരും ജീവനോടെ തന്നെയുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ വിവരം പോലീസിന് അപ്പോഴാണ് ലഭിക്കുന്നത്. ഈ മരംവെട്ടുകാരൻ കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ 66 വയസ്സുള്ള ആ മരംവെട്ടുകാരൻ ചാലിശ്ശേരിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ചത്. എന്തായാലും അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തി. ഏറ്റവും ഒടുവിൽ ഈ വീട്ടിൽ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവരെ കേന്ദ്രീകരിച്ചും, അവർ അധ്യാപികയാണെന്നാണ് മനസ്സിലാക്കുന്നത്, അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി വരികയാണ്. അവരിപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്തുന്നു. അതൊരു ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. 3 വർഷമായി ഈ ഒരു കൊലപാതകം നടന്നിട്ട് എന്ന വിവരമാണ്, നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ 3 വർഷത്തിനുള്ളിൽ ആ വീട്ടിൽ നിന്ന് പിന്നീട് അയാൾ, ഈ മരംവെട്ടുകാരൻ, മാറിപ്പോയി. പിന്നീട് അവിടെ ഒരു ജാർഖണ്ഡ് സ്വദേശികളായ കുടുംബമായിരുന്നു താമസിച്ചിരുന്നത്. അവരെയും ചോദ്യം ചെയ്തു. അവരുള്ളപ്പോഴല്ല ഈ അടുപ്പ് തറ പണിതത്. അതായത് ഈ മൃതദേഹം കുഴിച്ചിട്ടതിന് മുകളിൽ അടുപ്പ് തറ പണിതത് ഈ മരംവെട്ടുകാരൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മരംവെട്ടുകാരനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് പോകണമെങ്കിൽ ഈ മരംവെട്ടുകാരൻ ആ വീട്ടിൽ താമസിപ്പിച്ച ആളെ കുറിച്ചുകൂടി പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ അതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് പോയപ്പോഴും പോലീസിന് ഭാഗ്യം തുണച്ചില്ല. ഈ വീട്ടു ഉടമസ്ഥനായിരുന്ന ആളും മരണപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും മരിച്ച സ്ത്രീ ആരാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അധ്യാപികയായ ആ സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, തൃശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.